നമ്മളെ പയ്യാമ്പയും ബീച്ചിന്റെ സൈഡിൽ വെച്ച ഒമിനി ഇങ്ങനെ തനിയെന്നെ ഇങ്ങനെ കുലുങ്ങുന്ന കണ്ടിട്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഈ ഒമിനിന്റെ ഒരു കുഴപ്പമാണ് ഇത് എയർ കുടുങ്ങിയിട്ട് ലാസ്റ്റ് സ്റ്റാർട്ടാണെങ്കിൽ കുലിക്കാലേ സ്റ്റാർട്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സോപ്പും പതപ്പിച്ചിട്ട് പൂരി കളിച്ചാലേ വിചാരിച്ചാണ് കേട്ടോ. ഇനി സോപ്പ് ഫുട്ബോൾ ഒരിക്കലും കളിക്കണമെന്ന് അങ്ങനെ ഇന്നാ നമ്മൾ സോപ്പ് ഫുട്ബോൾ കളിക്കാമെന്ന് പോയി. നമ്മുടെ ഷാമാട്ടന്റെ ഒമിനിയിലോട് പിന്നെ നമുക്കിപ്പോൾ അതൊരു ഗാങ് വണ്ടി പോലെ ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അധികം ഏടെ പോകുമ്പോൾ ഇതെടുത്തിട്ടാണ് നമ്മൾ പോകും. അതിൽ പക്ഷേ എട്ടാക്ക് മാത്രമേ പോകാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ബൈക്കിൽ തന്നെയാണ് കേട്ടോ പോയത്. ഈ സോപ്പ് ഫുട്ബോളിൽ അതിൻ്റെ അകത്ത് കയറുമ്പോൾ വരെ ഇങ്ങനെ ഊരുന്ന പോലെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഫുൾ ഊരലും കേട്ടോ. എല്ലാം പരക്കെ ഊരി വീഴലേ. ഞാൻ ബെല്ലിങ്ങനെ കളിച്ചിട്ടില്ലെങ്കിൽ ബോളിങ്ങനെ അടുത്ത് വരുമ്പോൾ തട്ടണിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാനും ഇടക്കിടക്ക് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. ഫോം ആയിട്ടില്ലുള്ളതുകൊണ്ട് വലിയ വേനൊന്നും നടക്കും. കളി ഇങ്ങനെ നടക്കൂലെങ്കിൽ ഇങ്ങനെ ചന്തിയും കുത്തി നല്ല വൃത്തിക്ക് വീഴാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല നീ സ്ലൈഡെല്ലാം ചെയ്യാൻ അടിപൊളിയായിരുന്നു. പക്ഷേ ഇടക്കിടക്ക് ഓരോന്ന് ചെയ്തിട്ട് അങ്ങനെ ഊരി അങ്ങനെ പോകുന്നതെല്ലാം കണ്ടിന് വീഴുന്നതെല്ലാം കണ്ടിന്. കുറച്ച് നേരം പിന്നെ കളിയിലെ മതിയാക്കിയിട്ട് പിന്നെ ഓരോരുത്തന്മാരെ ഇങ്ങനെ ഹെലികോപ്റ്റർ ഇറക്കുന്ന പോലെ കറക്കി എടുക്കലായിരുന്നു അടുത്ത തന്നെ ടൈം. കളി കഴിഞ്ഞാൽ കുളിക്കാൻ നല്ല സെറ്റപ്പ് ഉണ്ട്. നല്ല ഷവർ ഉണ്ട്. ഷവറൊന്നും ഇല്ലെങ്കിൽ നല്ല പൈപ്പിൽ ഇങ്ങനെ നല്ല വെള്ളം വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ലാത്ത വെള്ളം തന്നെ. വണ്ടിയിൽ എന്തായാലും വെള്ളമാവും അറിയാം. പക്ഷേ സോപ്പാവണ്ടാന്ന് വെച്ചിട്ട് ലാസ്റ്റ് പിന്നെ കുപ്പായിൽ ആടെ തന്നെ അയച്ചിട്ട് ആടെ തന്നെ അലക്കിയിട്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടിയിട്ട് വണ്ടിയിൽ അങ്ങ് കയറി പോയി. അതുകൊണ്ട് പിന്നെ വണ്ടി പിന്നെ വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ, സോപ്പൊന്നും ആയിട്ട്. അതിലെടുക്കുക ഒരുത്തന്റെ കണ്ണിൽ ഈ സോപ്പായിട്ട് ഭയങ്കര ചോന്നിട്ട് വന്നില്ലേ. പക്ഷേ ഓർ ചോദിച്ചാൽ പറഞ്ഞ കുഴപ്പമൊന്നും ആവില്ലെന്നാ പറഞ്ഞു. അങ്ങനെ നമ്മളെ കളിയും കൂടിയെല്ലാം കഴിഞ്ഞ് പയ്യാമ്പലത്തിൽ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് ഒട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളം ഇപ്പോൾ മരുഭൂമി പോലെ തന്നെയായി. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു കുറവേ ഉണ്ടല്ലോ. അതുമായി തിരിച്ചു പോകുമ്പോൾ നല്ല ദാഹമുള്ളതുകൊണ്ട് നമ്മൾ സിറ്റിക്കുള്ള മിൽമയെ കയറിയിട്ട് ഒരു ചെറിയൊരു മാംഗോ ഷേക്കും കൂടി കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ ബൈ.